പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരലോകത്ത് വിചാരണ വേളയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കൃത്യമായി മറുപടി നൽകേണ്ടി വരുന്ന 4 പ്രധാന കാര്യങ്ങളെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരു അടിമയ്ക്കും തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയും 2 കാൽപാദങ്ങളും നീങ്ങുകയില്ല. ആ 4 കാര്യങ്ങൾ: ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആയുസ്. അത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ജീവിതം ഒരു പരീക്ഷണമാണ്. ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും നിശ്ചയിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ആയുസ് ചെലവഴിക്കുന്നവർക്ക് മാത്രമേ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുവാൻ കഴിയുകയുള്ളൂ. 2. അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു? അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ നേടിയ അറിവ് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് പ്രധാനം. പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നോ എന്നതാണ് പരിശോധിക്കപ്പെടുക. 3. സമ്പത്ത് എവിടെ നിന്ന് നേടി, എന്തിന് ചെലവഴിച്ചു? സമ്പത്തിൻ്റെ കാര്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. വരുമാന മാർഗം അത് ഹലാലായ വഴികളിലൂടെയാണോ അതോ പലിശ, വഞ്ചന, മോഷണം തുടങ്ങിയ ഹറാമായ വഴികളിലൂടെയാണോ സമ്പാദിച്ചത്? ചെലവഴിക്കൽ കിട്ടിയ സമ്പത്ത് നല്ല കാര്യങ്ങൾക്കാണോ അതോ തിന്മകൾക്കാണോ ഉപയോഗിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ജനങ്ങളെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടമായതും ഹലാലായ ത്വയ്യിബ് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. 4. ശരീരം എന്തിൽ ഉപയോഗപ്പെടുത്തി? അള്ളാഹു നൽകിയ ആരോഗ്യവും ശരീരവും അവയവങ്ങളും എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഹറാമായ കാര്യങ്ങൾക്കോ അതോ അള്ളാഹുവിൻ്റെ തൃപ്തിക്കോ? അവയവങ്ങളെ തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തി നന്മയിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇതിന് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യങ്ങൾക്ക് വിജയകരമായി ഉത്തരം നൽകാൻ പാകത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.